ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കി വ്ളോഗ്. നമുക്കൊന്ന് തക്കാളി കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കി നോക്കിയാലോ? ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ കറി നമുക്ക് നോക്കാം. തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തക്കാളി 3 എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 3-4 അല്ലി, പിന്നെ പച്ചമുളക്. നമുക്ക് നോക്കാം തക്കാളി കറി ഉണ്ടാക്കാമെന്ന്. പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് എണ്ണ വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ പാത്രം ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇടാണ്. ടീസ്പൂൺ കടുകാണ് ഇടുന്നത് കേട്ടോ. കടുക് ഇട്ടു. ഈ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവയും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നു. അപ്പം നമ്മൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ഇട്ടെടുക്കാം. 3 വറ്റൽമുളകാണ് തോർത്തിക്കണേ. വറ്റൽമുളക് ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് തോടുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാണ് കേട്ടോ ചെയ്യണേ. എന്നിട്ടാണ് നമ്മൾ സവാളയൊക്കെ ഇടുള്ളൂ. ചപ്പാത്തിക്കും ചോറിനൊക്കെ സൂപ്പർ കറിയാണ് കേട്ടോ. ഈ കറി നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മളിട്ട് കുറച്ചെടുത്തുള്ളൂ കേട്ടോ. 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ തന്നെ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. നമ്മൾ വറ്റൽമുളകും ചുമന്നും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞുണ്ട്. നമ്മളിനി തക്കാളി നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴൊക്കെ ഇതിലേക്ക് കരിവേപ്പില കൊടുക്കാം. നമ്മൾ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തക്കാളി വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റി വരണേ. അപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായി വളർത്ത് മറ്റുള്ള പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ അതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കൈ വെച്ചുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞ പരിവാവണം കേട്ടോ. അതാണ് ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീർ ചില്ലി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാശ്മീർ ചില്ലി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഇടുന്നത്. പിന്നെ അതുപോലെ ലേശം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഈ 3 പൊടികൾ മാത്രമാണ് തോടുന്നുള്ളൂ. നന്നായിട്ട് വഴറ്റുക. അതുപോലെ നമുക്ക് ലേശം മല്ലിപ്പൊടി ചേർക്കാം. ഇനി വേറെ ഒന്നും ചേർക്കണ്ടേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല മണം വേണ്ടത്തോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു ലേശം കായപ്പൊടി ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ, വേറൊരു പൊടികളൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലേശം വിനാഗിരിയാണ് കേട്ടോ നമ്മൾ ഒഴിച്ച വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പിന്നെ ഒഴിക്കുന്നത് തിളച്ച ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അത് നമ്മൾ കറിയായിട്ടാണ് എടുക്കണേ. അതുകൊണ്ടാണ് നമ്മൾ തിളച്ച ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. ഗ്രേവി ഉണ്ടെങ്കിൽ ഈ രൂപത്തിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അത് ഗ്രേവി ആയിട്ടാണ് എടുക്കണം. ഈ കറി നന്നായി കുറുക്കി വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതെടുക്കാം കേട്ടോ. നമ്മുടെ കൂട്ടൻ്റെ വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയി കാണാറ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.